ജപ്പാനിലെ പൊതുവെ അവിടുത്തെ ആണവ നിലയങ്ങളെല്ലാം ഈ കൂടെ അവിടെ സാധാരണഗതിയിൽ എർത്ത് ചെറിയ രീതിയിൽ ഉണ്ടാകുന്ന സ്ഥലത്താണ് ഈ ആണവ നിലയങ്ങൾ പണിതിരിക്കുന്നതെങ്കിലും 8.8 റിക്ടർ സ്കെയിൽ രേഖപ്പെടുത്തിയ എർത്ത് അവിടുത്തെ ആണവ നിലയങ്ങളൊക്കെ നശിപ്പിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. 1952 ഈ രീതിയിലുള്ള ഏറ്റവും വലിയ ഒരു എർത്ത് ലോകം കണ്ടിരിക്കുന്നത്. ഏതായാലും കാറ്റ്ചാട്കായിൽ നിന്ന് 119 കിലോമീറ്റർ അകലെ 80 മൈൽ ആഴത്തിലാണ് ഇതുണ്ടായത്. എന്നിട്ടും അതിന്റെ അലയൊലികൾ വരുന്നത് കണ്ടല്ലോ നമ്മൾ. അതുകൊണ്ട് കൂടെ ഉണ്ടാകുന്ന എർത്തേറ്റുകൾ ഭൂമിയുടെ ഉള്ളിൽ എന്തോ കാര്യമായ തകരാറ് ഉള്ള പോലെ എനിക്ക് തോന്നുന്നുണ്ട്. കാരണം അടുത്ത ദിവസം നമ്മൾ കണ്ടു ഡൽഹിയിലെ ആ ഒരു മൈൽഡ് ആയിട്ടുള്ള 4.5 വരെയുള്ള ഒരു എർത്തേക്ക് ഉണ്ടായി. സാധാരണ ഡൽഹിയിലെ കഴിഞ്ഞ കുറെ 1-2 വർഷങ്ങളായിട്ട് 3.3, 2.7 ഇങ്ങനെയൊക്കെയുള്ള എർത്തേക്കുകൾ നമ്മൾ കാണുന്നുണ്ട്. അതിന്റെ പ്രഭവ കേന്ദ്രം എവിടെയാണെങ്കിലും ഹിമാലയത്തിന്റെ താഴെയാണെന്നൊക്കെ പറയുന്നെങ്കിലും അതിന്റെ അലയൊലികൾ മറ്റേ സൗത്തിലെ ഇങ്ങ് കേരളം വരെ ഉണ്ടായതായിട്ടാണ് ചെറിയ തോതിലുള്ള കൊച്ചിയിലൊക്കെ രേഖപ്പെടുത്തിയ എർത്ത് അതിന് 1.7 അങ്ങനെയൊക്കെയുള്ള ചെറിയ രീതികൾ ഉണ്ടാകുന്നതിന് തൊട്ടു മുമ്പ് നമ്മൾ പരിശോധിച്ചാൽ ഒരാഴ്ചക്ക് മുമ്പുകളിൽ ഡൽഹിയിലൊക്കെ അതിന്റെ നേരത്തെ ഉണ്ടായതിന്റെ ബാക്കി പത്രമാണ് ഇവിടെ ഉണ്ടാകുന്നതെന്ന് എനിക്ക് തോന്നുന്നു. ഏതായാലും ഭൂമിയുടെ ഉള്ളില് കാര്യമായ എന്തോ പ്രശ്നങ്ങളുണ്ട്.